ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, എവരിതിങ് ഈസ് പോസിബിൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും നാം വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ഉറയ്ക്കുകയും നമ്മുടെ ഹൃദയപ്പലകമേൽ എഴുതിയിടുകയും ചെയ്യേണ്ടതായ ഒരു നിത്യസത്യമാണത്. നാം വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആ സത്യമെന്ന് നിലനിൽക്കുന്നതുമാണ്. ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. പണ്ട് നെപ്പോളിയൻ, യൂറോപ്പിനെ കിടുകിട വിറപ്പിച്ച നെപ്പോളിയൻ, യൂറോപ്പിൻ്റെ സിംഹം എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ പറഞ്ഞു, നത്തിങ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിലിറ്റി ഈസ് ദ വേർഡ് വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ ഡിക്ഷണറി ഓഫ് ഫൂൾസ്. വിഡ്ഢികളുടെ നിഘണ്ടുവിലെ അസാധ്യമെന്ന വാക്കുള്ളൂ എന്ന്. അത് അദ്ദേഹത്തിൻ്റെ കൈക്കരുത്തിലും അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ ബലത്തിലും അദ്ദേഹം പറഞ്ഞതാണ്, ദൈവാശ്രയത്തിൽ പറഞ്ഞതല്ല. പക്ഷേ ഞാൻ നിങ്ങളോട് വീണ്ടും പറയട്ടെ, ഇമ്പോസിബിലിറ്റി അത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. എല്ലാം സാധ്യമാണ്. എവരിതിങ് ഈസ് പോസിബിൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മുടെ ശക്തി കൊണ്ടല്ല, കഴിവുകൊണ്ടല്ല, മാനുഷികമായ നമ്മുടെ ഒന്നുകൊണ്ടുമല്ല, ദൈവത്താൽ. ഇന്ന് നമുക്ക് ആ വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ തിരുവചനത്തെ അടിസ്ഥാനമാക്കി നമുക്ക് ചിന്തിക്കാം. അതിന് മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ മുതൽ വലിയൊരു സംഭവം വേദപുസ്തകത്തിൽ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്, ജീവനുള്ള ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ഒന്നും അസാധ്യമല്ലെന്ന് വചനത്തിലൂടെ ദൈവം തന്നെ തെളിയിച്ചിരിക്കുന്നു. നമുക്കൊന്ന് ചിന്തിക്കാം. സ്തോത്രം. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ ദിവസങ്ങളിൽ ഏറ്റവും വലിയ പുരുഷാരം ഉണ്ടായിരിക്കെ അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുക്ക വിളിച്ച് അവരോട്. വലിയൊരു കൂട്ടം പുരുഷാരം യേശുവിൻ്റെ അടുക്കലുണ്ട്. അവർ 3 ദിവസമായി യേശുവിൻ്റെ അടുക്കലാണ്. അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിലിരിക്കുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ പലപ്പോഴും നാം മറന്നുപോകും. ഇത് അന്നും ഇന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ആത്മാർത്ഥമായി നാം ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുത്താൽ സമയം പോകുന്ന അറിയുകയില്ല. വിശപ്പോ ദാഹമോ ഒന്നും തോന്നുകയില്ല. എന്നാൽ ചിലർക്കെങ്കിലും ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൂടെ വിശപ്പ്, കൂടെ ദാഹം, കൂടെ വാഷ്റൂമിൽ പോകണം, ഇങ്ങനൊരു അസ്വസ്ഥത. എന്തുകൊണ്ടാണെന്നറിയാമോ? അത് വചനം അങ്ങ് ഗ്രഹിച്ച് വചനത്തോട് ഇഴുകിച്ചേർന്ന് പോകുന്നില്ലാത്തതുകൊണ്ടാണ്. അതിന് വിരുദ്ധമായിട്ട് ചിലർക്ക് ചില രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിലൊക്കെ അങ്ങനെ വരാം. എങ്കിലും നമ്മുടെ വിശപ്പും ദാഹവും പോലും മറന്ന് വചനത്തെ ആസ്വദിക്കുന്ന, വചനത്തിൽ അങ്ങ് ലയിച്ചു ചേരുന്ന, ആത്മസന്തോഷത്തിൽ അങ്ങ് സന്തോഷം കണ്ടെത്തുന്ന ഒരനുഭവമുണ്ട്. ജനം അങ്ങനെ ഇരിക്കുകയാണ്. സാക്ഷാൽ ദൈവപുത്രനായ യേശു തന്നെ വചനം പറയുന്നു. യേശുവിൻ്റെ നാവിൽ നിന്ന് കേൾക്കുന്നതായ ലാവണ്യ വാക്കുകൾ, മധുരവാക്കുകൾ, ദൈവിക സന്ദേശങ്ങൾ, ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കേട്ട് ജനം മതിമറന്നിരിക്കുകയാണ്. ജനം തങ്ങളുടെ വിശപ്പ് മറന്നെങ്കിലും യേശു അവരെക്കുറിച്ചുള്ള കാര്യം മറന്നില്ല. സ്തോത്രം. അവർക്ക് വിശക്കുന്ന കാര്യം അവർ മറന്നു, പക്ഷേ യേശു മറന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ മറന്നു കാണും, പക്ഷേ യേശു മറക്കുന്നവനല്ല. യേശു നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ. യേശു നമ്മളെക്കുറിച്ചും ചിന്തിക്കും. നാം നിസ്സാരരാണ്. ഈ ഭൂമിയിൽ നമ്മെ പലരും അറിയില്ലായിരിക്കും. നമുക്ക് വലിയ മാന്യതയോ അഡ്രസ്സോ പദവികളോ മറ്റ് സമൂഹത്തിൽ വലിയ ഉന്നത സ്ഥാനങ്ങളോ ഒന്നും കാണുകയില്ലായിരിക്കാം. പക്ഷേ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം, നമ്മെ ഭരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ പ്രസിഡൻറ്റോ ഉന്നതരായ ആളുകളോ കളക്ടർമാരോ, എന്തിന് ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ് പോലും ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് അറിയണമെന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെത്ര നിസ്സാരരാണെങ്കിലും, നിങ്ങളെത്ര കുറവുള്ളവരാണെങ്കിലും, ഈ ഭൂമിയിൽ ആരും നിങ്ങളെ അറിയില്ലെങ്കിലും നിങ്ങളെ അറിയുന്നൊരു യേശുവുണ്ട്. നിങ്ങളെ അറിയുക മാത്രമല്ല, നിങ്ങളുടെ ഹൃദയത്തിലൂടെ പോകുന്ന കൊച്ചു വേദനകൾ, കൊച്ചു സങ്കടങ്ങൾ, കൊച്ചു ആകുലങ്ങൾ, കൊച്ചു ആവശ്യങ്ങൾ പോലും
അത് കണ്ട് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് യേശുക്രിസ്തു. സ്തോത്രം. 2-ാം വാക്യം വായിക്കുമ്പോൾ യേശു അങ്ങോട്ട് പറയുകയാണ്, ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഈ പുരുഷാരം 3 നാളായി എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് എനിക്ക് അവരോട് അലിവ് തോന്നുന്നു. എന്നും നമ്മളോട് അലിവ് തോന്നുന്ന ഒരു നല്ല ദൈവം. യേശുക്രിസ്തു മനസ്സലിവുള്ള ദൈവമാണ്. യേശുക്രിസ്തു ഒരു ക്രൂരനല്ല, ഒരു കഠിനനല്ല. യേശു സ്നേഹവാനാണ്. നിങ്ങളാരും ദൈവത്തെ ക്രൂരനായി കാണരുത്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിലും, നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും കിട്ടിയില്ലെങ്കിലും പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പക്ഷെ ഒരിക്കലും ദൈവത്തെ ക്രൂരനായി കാണരുത്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കാം. വേർപാടുകളോ വലിയ കടബാധ്യതകളോ രോഗങ്ങളോ പ്രതിസന്ധികളോ മറ്റെന്തും അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ ദൈവത്തെ ക്രൂരനായി കാണരുത്. കാരണം ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല പ്രിയരെ. നമുക്ക് കുറേ ദോഷം തന്ന് നമ്മെ പരീക്ഷിക്കുന്നവനല്ല ദൈവം. കർത്താവിന് സ്തോത്രം. യേശു പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്ക് അവരെക്കുറിച്ച് മനസ്സലിവ് തോന്നുന്നു. ഞാൻ അവരെ പട്ടിണിയായി വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴി വെച്ച് തളർന്നു പോകും. അവരിൽ ചിലർ ദൂരത്തുനിന്ന് വന്നവരല്ലോ. ദൂരത്തുനിന്നും ചാരത്തുനിന്ന് വന്നവരെ എല്ലാം അറിയുന്നൊരു നല്ല ദൈവമുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു ചർച്ചിലോ ഒരു പ്രാർത്ഥന സമൂഹത്തിൽ പോകുമ്പോൾ നിങ്ങൾ എത്ര ദൂരത്തു നിന്നാണ് വന്നത്, എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് വന്നതെന്ന് അതിൻ്റെ നടത്തിപ്പുകാരോ പ്രസംഗകരോ അറിയണമെന്നില്ല. അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പ്രിയരെ, യേശു അറിഞ്ഞാൽ പോരെ. യേശു എല്ലാം അറിയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ആത്മീയമായ മൂല്യമുള്ള കാര്യങ്ങളിൽ നാം ആശ്വാസം കണ്ടെത്തണം. അല്ലെ, അവർ കണ്ടില്ല, ഇവരെന്നെ കണ്ടില്ല, ദേവദാസൻ എന്നോട് മിണ്ടിയില്ല, ചിരിച്ചില്ല, എൻ്റെ ക്ഷേമം അന്വേഷിച്ചില്ല, എനിക്ക് സുഖമാണോ എന്ന് ചോദിച്ചില്ല. ഇങ്ങനെയുള്ളതായ ബാലിശമായതും താഴ്ന്ന നിലവാരത്തിലുള്ളതായ ചിന്താഗതികൾ വിട്ടിട്ട് ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും എൻ്റെ യേശു എന്നെ കാണുന്നു എന്നുള്ള ആ ഉറപ്പും ധൈര്യവും നേടി ആത്മീയമായ ഉയർന്ന ചിന്താഗതികൾ നാം വച്ചു പുലർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കർത്താവിന് സ്തോത്രം. അതിന് ശിഷ്യന്മാർ പറയുകയാണ്. ശിഷ്യന്മാർ പറഞ്ഞു, ഇവർക്ക് ഇവിടെ മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്താൻ എങ്ങനെ കഴിയും? അസാധ്യമായ ഒരു കാര്യമല്ലേ യേശു പറഞ്ഞതെന്നാണ് ശിഷ്യന്മാർ അവരുടെ ആ ചിന്താഗതി വെച്ച് പറയുന്നത്. മരുഭൂമിയിൽ അപ്പം കൊടുത്ത് തൃപ്തി വരുത്തുവാൻ എങ്ങനെ കഴിയും? കർത്താവിന് സ്തോത്രം. മരുഭൂമിയിൽ അപ്പമില്ല, അവിടെ വെള്ളം പോലുമില്ല, അവിടെ ഒരു പച്ചപ്പില്ല, ഒരു തണലില്ല. ഈ മരുഭൂമിയിൽ എങ്ങനെ അപ്പമുണ്ടാകും? കർത്താവിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, മരുഭൂമി പോലെ വറ്റി വരേണ്ടതാണോ നിങ്ങളുടെ ജീവിതം? മരുഭൂമി പോലെ ഒരു പുൽക്കൊടി പോലുമില്ലാതെ, ഒരു പ്രതീക്ഷയുടെ നാമ്പില്ലാതെ നിങ്ങളുടെ ജീവിതം മരുഭൂമി പോലെ തരിശായി കിടക്കുന്നതാണോ? ഇതുവരെ ഒന്നും നേടിയില്ല, ഇതുവരെയൊന്നും സമ്പാദിച്ചില്ല, ഇതുവരെയും വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല, സ്വന്തമായ ഒരു വരുമാന മാർഗം നേടിയില്ല, ഇതുവരെയും ആത്മീയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തില്ല, ആത്മാക്കളെ നേടിയില്ല. ഇങ്ങനെ ആത്മീയമായും ഭൗതികമായും മരുഭൂമിയുടെ അനുഭവത്തിലൂടെ പോകുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും, ഇനി എൻ്റെ ജീവിതം കൊണ്ട് എന്ത് നേടാൻ, എൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കാൻ, ഇനിയൊരു അഭിവൃദ്ധിയോ സാധ്യതയില്ല എന്നായിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത്. ശിഷ്യന്മാരും അങ്ങനെ പറഞ്ഞു. ഈ മരുഭൂമിയിൽ എവിടെ നിന്നാണ് അപ്പം കിട്ടുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. എന്നാൽ ഏതു വലിയ ചോദ്യത്തിനും ഉത്തരം യേശുവിൻ്റെ അടുക്കലുണ്ട്. മകനെ, പ്രിയമകളെ, പ്രിയവനക്കാര, പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ കാണും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചും നിങ്ങളുടെ ഭാവിയെക്കുറിച്ചും. പക്ഷേ നിങ്ങളുടെ ചോദ്യം എത്ര വലുതാണെങ്കിലും എൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ഉത്തരവില്ലാത്ത ഒരു ചോദ്യവുമില്ല. കർത്താവ് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. യേശു അവരോട് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. എന്നാ ഉണ്ട് നിങ്ങൾക്ക്? ഇക്കോണമെന്ന് ജനത്തിന് കൊടുക്കാൻ ഒരിച്ചിരിയേ ഉള്ളൂ. അവരത് തുറന്നോളൂ. 7 ഉള്ളൂ. 7 അപ്പവും കുറച്ച് പൊടിച്ച് മീനുമേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ നിസ്സാരത നാം യേശുവിനോട് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ നിസ്സാരത യേശുവിനോട് തുറന്ന് പറയണം. ചിലരങ്ങനെയാണ്, അവരുടെ കാര്യങ്ങളൊന്നും പറയുകയില്ല. അങ്ങനെയല്ല, ഒരു ഓപ്പൺ മൈൻഡായിരിക്കണം. നമുക്ക് നിസ്സാരത്വമുള്ളോ? തുറന്നു പറയുന്നത് എന്ത് ലജ്ജിക്കണം? പ്രിയപ്പെട്ടവരെ,
കർത്താവിന് സ്തോത്രം. യേശുവിനോട് തുറന്നു പറഞ്ഞു, യേശുവേ, ഞങ്ങളുടെ കയ്യിൽ ആകെപ്പാട് 7 അപ്പമേ ഉള്ളൂ, കുറച്ച് പൊടിച്ച് മീനുമേ ഉള്ളൂ. ഉടനെ യേശു പറയുകയാണ്, അവൻ പുരുഷാരത്തോട് നിലത്തിരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ശിഷ്യന്മാരുടെ പക്കൽ വിളമ്പുവാൻ കൊടുത്തു. അവർ പുരുഷാരത്തിന് വിളമ്പി. ഓ ഹല്ലേലൂയ! അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് പ്രവർത്തിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അവരുടെ ആ അല്പമുള്ളത് അവർ യേശുവിന് കൊടുത്തു. അപ്പോൾ അത്ഭുതം നടന്നു. ഞാൻ നിങ്ങൾക്കൊരു ആത്മീയ മർമ്മം പറഞ്ഞു തരാം, ഒരു ദൂത് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അല്പേ ഉള്ളോ, ഇച്ചിരി ഉള്ളോ, കുറച്ചേ ഉള്ളോ, അത് യേശുവിന് കൊടുക്കണം. ഇച്ചിരി ഉള്ളോ എന്ന് വിചാരിച്ച് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. നിങ്ങൾക്ക് കുറച്ച് കടമായിരിക്കാം, കുറച്ച് സാമ്പത്തിക ഞെരുക്കമായിരിക്കാം, കുറേ ആവശ്യഭാരങ്ങളായിരിക്കാം, കുറേ സങ്കടങ്ങളായിരിക്കാം, കുറേ നിരാശകളായിരിക്കാം. മകനെ, പ്രിയമകളെ, നീ അത് നിൻ്റെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഒന്നും സംഭവിക്കുകയില്ല. അത് തീർന്നു പോകും, അത് നിന്നെ നിരാശയിലേക്ക് നയിക്കും. പക്ഷെ നീ അന്ന് യേശുവിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുത്തു. അപ്പോൾ ഇച്ചിരി ഉള്ളൂ, കുറച്ചേ ഉള്ളൂ. യേശുവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ ആ 7 കൊണ്ട് എത്ര പേരെ വേണമെങ്കിലും പോഷിപ്പിക്കാൻ യേശുവിന് കഴിയും. സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കുറേ ചെറിയ മീനുണ്ടായിരുന്നു, അതും അവൻ അനുഗ്രഹിച്ച് വിളമ്പുവാൻ പറഞ്ഞു. 8ാമത്തെ വാക്യം അത് അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. അവർ തിന്ന് തൃപ്തരായി ശേഷിച്ച കഷ്ണങ്ങൾ 7 വട്ടി നിറച്ചെടുത്തു. 7 അപ്പം കൊണ്ട് ജനത്തെ പോഷിപ്പിച്ച് തൃപ്തരാക്കി മാത്രമല്ല, 7 വട്ടി ബാക്കി നിറച്ചെടുത്തു. മകനെ, ഇന്നത്തെ നിൻ്റെ ഇല്ലായ്മകൾ മാറി നിന്നെ ദൈവം പോഷിപ്പിക്കുക മാത്രമല്ല, ബാക്കി വരുത്തും. ഹല്ലേലൂയ! ഈ ബാക്കി എന്തിനാണ്? അത് മറ്റുള്ളവരെ സഹായിക്കാൻ, അത് മറ്റുള്ളവരുടെ കാര്യം കൂടി നോക്കുവാൻ. ബാക്കി അത് നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുവാൻ നമുക്ക് നിറവ് തരും. സ്തോത്രം. നമുക്ക് തരുന്ന നിറവ് നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർ, നിറവില്ലാത്തവർ, ദുഃഖിക്കുന്നവർ, ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ് എന്ന് ഇംഗ്ലീഷിലൊരു ചെല്ലുണ്ട്. ദുഃഖിക്കുന്നവരോടുകൂടി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ദുഃഖിക്കുക. കർത്താവിന് സ്തോത്രം. എത്രയോ ആവശ്യക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പ്രിയരെ. നമുക്ക് ലഭിച്ചത് നാം നമ്മുടെ കൈവശം മാത്രം വെച്ചുകൊണ്ടിരിക്കാതെ മറ്റുള്ളവർക്കും വേണ്ടി ഉപയോഗിക്കുക. സ്തോത്രം. യേശു അങ്ങനെ അത്ഭുതകരമായി തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചു. അവർ ഏകദേശം 4000 പേര് ഉണ്ടായിരുന്നു. 4000 പേർക്ക് മരുഭൂമിയിൽ അപ്പം കൊടുക്കാൻ സാധിക്കുമോ എന്ന അസാധ്യമായ കാര്യത്തെ യേശുക്രിസ്തു 7 അപ്പം കൊണ്ട് 4000 പേരെ പോഷിപ്പിക്കുക മാത്രമല്ല 7 കൊട്ട നിറച്ചെടുത്തു. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ മാന്യ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയവനക്കാര, നിൻ്റെ അല്പം കൊണ്ട് ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊരു കാര്യം ഓർപ്പിക്കട്ടെ. മോനെ, നിനക്ക് ആത്മീയമായ അല്പമേ ഉള്ളൂ. എന്നാൽ നിൻ്റെ അല്പം മുഴുവൻ യേശുവിന് കൊടുക്ക്. യേശു നിന്നെ വർദ്ധിപ്പിക്കും, വലുതാക്കും. അനേകരെ തൃപ്തിപ്പെടുത്തുവാനുള്ള ആത്മീയാഹാരം, ഭൗതികാഹാരം കൊടുക്കുവാൻ ദൈവം നിന്നെ ഈ തലമുറയിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ സ്നേഹത്തോടെ നിങ്ങളെ അറിയിക്കട്ടെ. കൊടുക്കൂ യേശുവിൻ്റെ കരങ്ങളിലേക്ക്. ഉള്ളത് കൊടുക്കൂ. കുറച്ച് കടമാണോ, കുറച്ച് ബലഹീനതകളാണോ, കുറച്ച് നിരാശകളാണോ, കുറേയേറെ ദുഃഖങ്ങളാണോ, കുറച്ചുള്ളത് എല്ലാം ഒന്നും ബാക്കി വയ്ക്കാതെ യേശുവിന് കൊടുത്താൽ യേശു കൈ നീട്ടി എല്ലാം ഏറ്റുവാങ്ങും. യേശു അനുഗ്രഹിച്ച് നമുക്ക് നിറച്ചു തരും. ജീവിതം തൃപ്തിയുള്ളതായിത്തീരും. അവിടെ എഴുതിയിരിക്കുന്ന ഒരു മനോഹരമായ വാക്യം, അവർ തിന്ന് തൃപ്തരായി. തൃപ്തിയുള്ള ഒരു ജീവിതം, സാറ്റിസ്ഫൈഡ് ലൈഫ് അത് ദൈവം തരും. എല്ലാത്തിലും തൃപ്തി, പരിഭവമല്ല, അതൃപ്തിയല്ല, ഉള്ളതിൽ അതൃപ്തിയല്ല, മറ്റെന്തിനോ വേണ്ടിയിട്ട് മോഹിക്കുന്ന ഒരു ഹൃദയമല്ല, ഉള്ളതിൽ തൃപ്തിയുള്ള ജീവിതം. അതൊരു സാറ്റിസ്ഫൈഡ് ലൈഫാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കേണ്ടത്. അങ്ങനെ ദൈവം നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ലൈഫ്, സംതൃപ്തമായ ഒരു ജീവിതം തന്ന് നിങ്ങളേവരെയും എല്ലാ മേഖലകളിലും ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാം. തീർച്ചയായും ഞങ്ങൾ പ്രാർത്ഥിക്കാം. എന്നാൽ നിങ്ങൾ യേശുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കൂ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി തരും. മാത്രമല്ല, ആ സ്നേഹബന്ധം
മറുപടി കിട്ടുമ്പോൾ ആ സ്നേഹബന്ധം വളരും. അങ്ങനെ ക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധത്തിൽ നിങ്ങൾ ഓരോരുത്തരും നിറഞ്ഞു വരണമെന്നാണ് പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിലുള്ള ദൈവമക്കളായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കൂ, അങ്ങനെ പ്രാർത്ഥിക്കൂ. എന്നാൽ അത്യാവശ്യമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വം.